ഡൊണാൾഡ് ട്രംപ് ചതിക്കുന്നു പറയുന്നത് ലോകപ്രശസ്ത അമേരിക്കൻ നീന്തൽ താരം മൈക്കൽ ഫെൽപ്സ് നീന്തുന്നു എന്ന് പറയുന്നത് പോലെയാണെന്ന് പ്രശസ്ത അമേരിക്കൻ എഴുത്തുകാരനും സ്പോർട്സ് കോളമിസ്റ്റുമൊക്കെയായ റിച്ചാർഡ് പോൾ റെയ്ലി എന്ന റിക് റെയ്ലി ഒരിക്കൽ പറഞ്ഞിട്ടുണ്ട്. വിവിധ നീന്തൽ വിഭാഗങ്ങളിലായി 6 ലോക റെക്കോർഡുകളുടെ ഉടമയായ ഫെൽപ്സ് 28 ഒളിമ്പിക് മെഡലുകളും സ്വന്തമാക്കിയിട്ടുണ്ട്. സ്പോർട്സ് ഇല്ലസ്ട്രേറ്റഡ്, ESPN തുടങ്ങിയ മുൻനിര സ്പോർട്സ് മാഗസിനുകളുടെ കോളമിസ്റ്റായിരുന്ന റിക് റെയ്ലി തൻ്റെ കമാൻഡർ ഇൻ ചീഫ് ഹൗ ഗോൾഫ് എക്സ്പ്ലെയിൻഡ് ട്രംപ് എന്ന പുസ്തകത്തിൽ ഗോൾഫ് കളിയുടെ പശ്ചാത്തലത്തിലാണ് ട്രംപ് ചതിക്കുമെന്ന് കൃത്യമായി പറഞ്ഞു വെക്കുന്നത്. ഇതിനായി അദ്ദേഹം ട്രംപിനൊപ്പം ഗോൾഫ് കളിച്ച പ്രശസ്ത അമേരിക്കൻ റോക്ക് ഗായിക ആലിസ് കൂപ്പർ, മുൻ ബോക്സർ ഓസ്കാർ ഡി ലോഹോയ, ഹോളിവുഡ് നടൻ സാമുവൽ എൽ ജാക്സൺ, വിരമിച്ച നോർവീജിയൻ പ്രൊഫഷണൽ ഗോൾഫ് താരവും വനിതാ ഗോൾഫ് താരങ്ങൾക്കായുള്ള അമേരിക്കൻ സംഘടനയായ ലേഡീസ് പ്രൊഫഷണൽ ഗോൾഫ് അസോസിയേഷൻ ഭാരവാഹിയുമായ സൂസൻ പീറ്റേഴ്സൺ, സ്പോർട്സ് അനൗൺസർ മൈക്ക് ടെറിക്കെ തുടങ്ങിയവരുടെ അനുഭവങ്ങൾ തൻ്റെ കൃതിയിൽ വിവരിക്കുന്നുണ്ട്. ട്രംപ് ഏറ്റവും ഉയർന്ന തലത്തിൽ ചതിക്കുന്നു. ആളുകൾ നോക്കി നിൽക്കെ അദ്ദേഹം ചതിക്കും, അല്ലാത്തപ്പോഴും ചതിക്കും. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാലും ഇല്ലെങ്കിലും അദ്ദേഹം ചതിക്കും. കാരണം അങ്ങനെയാണ്. നിങ്ങൾ അദ്ദേഹത്തോടൊപ്പം ഗോൾഫ് കളിക്കുകയാണെങ്കിൽ അദ്ദേഹം ചതിച്ചിരിക്കും. റിക് റെയ്ലി തൻ്റെ പുസ്തകത്തിൽ വിവരിക്കുന്നു. അമേരിക്കൻ പ്രൊഫഷണൽ ഗോൾഫ് താരങ്ങളായ ടൈഗർ വുഡ്സ്, ബ്രാഡ് ഫാക്സൺ, ഗോൾഫ് ലോക 1-ാം നമ്പർ താരമായിരുന്ന ഡസ്റ്റിൻ ജോൺസൺ എന്നിവരും ട്രംപിനൊപ്പം കളിച്ചപ്പോഴുണ്ടായ ദുരനുഭവം വിവരിക്കുന്നുണ്ട്. തങ്ങൾക്കൊപ്പം കളിക്കുമ്പോൾ ട്രംപ് പന്ത് പുറത്തേക്ക് തട്ടിയെന്നും എന്നാൽ മറ്റു കളിക്കാർ കണ്ടില്ലെന്ന് മനസ്സിലാക്കിയതോടെ ട്രംപ് മറ്റൊരു പന്ത് പുറത്തെടുത്ത് മറ്റൊരു ശ്രമം നടത്തിയെന്നും പക്ഷേ അതും പുറത്തേക്ക് പോയെന്നുമെല്ലാമുള്ള രസകരമായ വിവരണമാണ് 3 പേരും നടത്തുന്നത്. 2021 പ്രസിഡന്റ് പദവി ഒഴിഞ്ഞതിന് പിന്നാലെ ഫ്ലോറിഡയിലെ തൻ്റെ വസതിയിൽ ഗോൾഫ് കളിക്കുന്നതിനിടെ ട്രംപ് എതിരാളിയെ ചതിയിലൂടെ തോൽപ്പിക്കാൻ ശ്രമിക്കുന്നതിൻ്റെ ദൃശ്യങ്ങൾ വൈറലാവുകയും അദ്ദേഹം ഏറെ വിമർശനങ്ങൾ ഏറ്റുവാങ്ങേണ്ടി വരികയും ചെയ്തിരുന്നു. ചതിയൻ എല്ലായ്പ്പോഴും ചതിയനായിരിക്കുമെന്ന തലക്കെട്ടോടെയാണ് സാമൂഹിക മാധ്യമങ്ങൾ ട്രംപിൻ്റെ വീഡിയോ ഏറ്റെടുത്തത്. ഗോൾഫിൽ 18 ക്ലബ്ബ് ചാമ്പ്യൻഷിപ്പുകൾ നേടിയെന്ന 2020 തെരഞ്ഞെടുപ്പ് ക്യാമ്പയിനിടയിലും തെരഞ്ഞെടുക്കപ്പെട്ട ശേഷവും ട്രംപ് ആവർത്തിച്ചിരുന്നെങ്കിലും ട്രംപ് ചാമ്പ്യൻഷിപ്പിൽ പങ്കെടുത്തതിനുള്ള തെളിവ് പോലും തനിക്ക് കിട്ടിയിട്ടില്ലെന്നാണ് റിക് റെയ്ലി പറയുന്നത്. ഇതെല്ലാം കേൾക്കുമ്പോൾ ഓർമ്മ വരുന്നത് ഇല്ലാത്ത റെയിൽവേ സ്റ്റേഷനിൽ ചായ വിൽക്കുകയും സഹപാഠികൾ ആരുമില്ലാതെ ഒറ്റയ്ക്ക് ബിരുദവും അടുത്ത കാലത്ത് മാത്രം തുടങ്ങിയ എൻ്റർ പൊളിറ്റിക്സിൽ 1983 തന്നെ ബിരുദാനന്തര ബിരുദവും നേടിയ ട്രംപിൻ്റെ തന്നെ പ്രിയ സുഹൃത്ത്, ഇപ്പോൾ അങ്ങനെ വിളിക്കാമോ എന്നറിയില്ല, എന്നാലും ഓർമ്മ വരുന്നത് നരേന്ദ്രമോദിയാണ്. തികച്ചും വൈരുദ്ധ്യങ്ങളുടെ ആൾരൂപമാണ് ട്രംപ്. ഭീഷണിയാണ് മുഖമുദ്ര. കൂട്ടിന് നുണയുമുണ്ടെന്നാണ് എതിരാളികൾ പറയുന്നത്. ഭീഷണിക്ക് മുന്നിൽ പതറുന്നവർ പരാജയപ്പെട്ടവരായി കീഴടങ്ങിക്കൊടുക്കുമെന്ന വിശ്വാസമാണ് ട്രംപിൻ്റെ ഉള്ളിൽ നിറയുള്ളത്. 1970 തുടങ്ങി 2016 ആദ്യമായി പ്രസിഡന്റ് പദവിയിൽ എത്തുന്നത് വരെ ലൈംഗികാതിക്രമങ്ങൾ, 100-ലധികം വരുന്ന വ്യക്തിഗത മാനനഷ്ട കേസുകൾ, ബിസിനസ് നികുതി തർക്കങ്ങൾ, $1 മില്യൺ റിയൽ എസ്റ്റേറ്റ് വ്യവഹാരങ്ങൾ തുടങ്ങി 4000-ലധികം കേസുകളാണ് US ഫെഡറൽ സ്റ്റേറ്റ് കോടതികളിൽ ഡൊണാൾഡ് ട്രംപിനും അദ്ദേഹത്തിൻ്റെ ബിസിനസ്സുകൾക്കുമെതിരെ ഉണ്ടായിരുന്നത്. 25 സ്ത്രീകളെങ്കിലും ട്രംപിനെതിരെ ലൈംഗിക അതിക്രമമോ പീഡനമോ ആരോപിച്ച് പരാതി നൽകിയിട്ടുണ്ട്. ഡൊണാൾഡ് ട്രംപ് വർഷങ്ങളായി ബാങ്കുകളെയും ഇൻഷുറർമാരെയും വഞ്ചിച്ചിട്ടുണ്ടെന്ന് കോടതികൾ പോലും പല തവണ കണ്ടെത്തിയിട്ടുണ്ട്. ഇടപാടുകൾ നടത്തുന്നതിനും സുരക്ഷിതമായ ധനസഹായം നൽകുന്നതിനും ഉപയോഗിക്കുന്ന തൻ്റെ വസതികൾ ഉൾപ്പെടെയുള്ള ആസ്തികളിലെ രേഖകൾ കാണിച്ചെന്നുൾപ്പെടെയുള്ള കേസുകൾ വേറെയുമുണ്ടായിരുന്നു. ഇതിൽ ചിലതിൽ നിന്നെങ്കിലും ട്രംപ് ഊരിയത് ഭീഷണികളിലൂടെ ആണെന്നതാണ് സത്യം. ഇത്തരത്തിൽ ഭീഷണിയിലൂടെ ട്രംപ് കേസിൽ നിന്ന് രക്ഷപ്പെട്ടതിൻ്റെ ഏറ്റവും ഒടുവിലത്തെ ഉദാഹരണമാണ് അദ്ദേഹത്തിനെതിരായ ക്രിമിനൽ കേസുകൾ കഴിഞ്ഞ ദിവസം റദ്ദാക്കിയ നടപടി. 2020 തെരഞ്ഞെടുപ്പ് ഫലം അട്ടിമറിക്കാൻ ശ്രമിച്ചതുൾപ്പെടെ ട്രംപിനെതിരെ എടുത്ത ക്രിമിനൽ കേസുകളും രഹസ്യരേഖകൾ തെറ്റായി സൂക്ഷിച്ചതിനെതിരെ എടുത്ത കേസുൾപ്പെടെയാണ് റദ്ദാക്കിയത്. കേസുകൾ പിൻവലിക്കണമെന്ന് പ്രോസിക്യൂഷൻ സംഘത്തലവൻ സ്പെഷ്യൽ കൗൺസിലർ ജാക്ക് സ്മിത്ത് ആവശ്യപ്പെട്ടതിനെ തുടർന്ന് ഡിസ്ട്രിക്ട് ജഡ്ജിയാണ് കേസുകൾ റദ്ദാക്കി ഉത്തരവ് പുറപ്പെടുവിച്ചത്. പ്രസിഡന്റിനെതിരായ പ്രോസിക്യൂഷൻ നിരോധിക്കുന്ന നീതിന്യായ വകുപ്പിൻ്റെ നയം ചൂണ്ടിക്കാട്ടിയായിരുന്നു സ്പെഷ്യൽ കൗൺസിലിൻ്റെ നടപടി. എന്നാൽ ഇതിനുള്ള യഥാർത്ഥ കാരണം അതൊന്നുമല്ല. അധികാരത്തിൽ തിരിച്ചെത്തിയാൽ മിനിറ്റുകൾക്കുള്ളിൽ തന്നെ ജാക്ക് സ്മിത്തിനെ പദവിയിൽ നിന്ന് തെറിപ്പിക്കുമെന്ന് ട്രംപ് നേരത്തെ ഭീഷണിപ്പെടുത്തിയിരുന്നു. ഈ ഭീഷണിക്ക് മുന്നിൽ കീഴടങ്ങുകയായിരുന്നു സ്പെഷ്യൽ കൗൺസിലർ ജാക്ക് സ്മിത്ത്. 2015 തൻ്റെ വിദ്യാഭ്യാസ കാലത്തെ വിവരങ്ങൾ ഉൾപ്പെടെ കൈമാറിയാൽ നിയമ നടപടിയെടുക്കുമെന്ന് ട്രംപ് താൻ പഠിച്ച സ്കൂളുകളെയും കോളേജുകളെയും ഭീഷണിപ്പെടുത്തിയിരുന്നു എന്നതുകൂടി ഇതിനൊപ്പം ചേർത്ത് വായിക്കണം.
അമേരിക്കൻ ചരിത്രത്തിൽ ആദ്യമായി 2 തവണ ഇംപീച്ച്മെന്റ് നടപടിക്ക് വിധേയനാകുന്ന ഏക പ്രസിഡന്റാണ് ട്രംപ്. രാജ്യത്ത് കലാപം സൃഷ്ടിക്കാൻ പ്രേരിപ്പിച്ചുവെന്ന ഗുരുതര കുറ്റവും ചുമത്തിയാണ് ഒരു തവണ ട്രംപിനെതിരെ ജനപ്രതിനിധി സഭ ഇംപീച്ച്മെന്റ് പ്രമേയം കൊണ്ടുവന്നത്. 2020 തെരഞ്ഞെടുപ്പിൽ ബൈഡനോട് തോറ്റ് ട്രംപ് തോൽവി അംഗീകരിക്കാതെ രാജ്യത്ത് കലാപത്തിന് ശ്രമം നടത്തുകയായിരുന്നു. ബൈഡന്റെ വിജയം അംഗീകരിക്കാതെ ട്രംപ് അനുകൂലികൾ 2021 ജനുവരി 6 വാഷിംഗ്ടൺ DC-യിലെ US പാർലമെന്റ് മന്ദിരമായ യുണൈറ്റഡ് സ്റ്റേറ്റ് ക്യാപിറ്റോൾ ആക്രമിക്കുകയായിരുന്നു. ജോ ബൈഡന്റെ വിജയം ഔപചാരികമാക്കുന്നതിനായി ഇലക്ട്രൽ കോളേജ് വോട്ടുകൾ എണ്ണുന്നതിന് ചേർന്ന കോൺഗ്രസിന്റെ സംയുക്ത സമ്മേളനത്തിന് നേരെയായിരുന്നു അന്നത്തെ പ്രസിഡന്റായിരുന്ന ഡൊണാൾഡ് ട്രംപിനെ പിന്തുണയ്ക്കുന്ന അക്രമാസക്തരായ ജനക്കൂട്ടത്തിന്റെ ആക്രമണം ഉണ്ടായത്. സംഭവത്തിൽ 36 മണിക്കൂറിനിടെ 5 പേർ മരിക്കുകയും 174 പോലീസ് ഉദ്യോഗസ്ഥർ ഉൾപ്പെടെ നിരവധി പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തു. $2.8 മില്യൺ നഷ്ടമാണ് റിപ്പോർട്ട് ചെയ്യപ്പെട്ടത്. ആക്രമണത്തെ പിന്തുണക്കുന്ന നിലപാടാണ് ട്രംപിൽ നിന്നുണ്ടായത്. ജോ ബൈഡന് അനുകൂലമായ തെരഞ്ഞെടുപ്പ് ഫലത്തെ തെരുവിൽ നേരിടുമെന്ന് പ്രഖ്യാപിച്ച ട്രംപ് തീവ്ര വലതുപക്ഷ സംഘടനകളുടെ പ്രതിഷേധ ദൃശ്യങ്ങൾ ട്വീറ്റ് ചെയ്യുകയും ചെയ്തു. നാം തന്നെ ജയിക്കുമെന്ന അടിക്കുറിപ്പോടെയായിരുന്നു ട്രംപിൻ്റെ ട്വീറ്റുകൾ അന്ന് പ്രചരിച്ചത്. തെരഞ്ഞെടുപ്പിൽ കൃത്രിമം നടന്നെന്ന ട്രംപിൻ്റെ ആരോപണത്തിന് തെളിവില്ലെന്ന് അമേരിക്കൻ തെരഞ്ഞെടുപ്പ് അധികൃതർ ഔദ്യോഗികമായി വിശദീകരണം നൽകുകയും US ഫെഡറൽ ആൻഡ് സ്റ്റേറ്റ് ഇലക്ഷൻ അധികൃതർ ട്രംപിൻ്റെ വാദം തള്ളി പ്രസ്താവന പുറപ്പെടുവിക്കുകയും ചെയ്തിരുന്നു. ഇതൊന്നും മുഖവിലക്കെടുക്കാതെയാണ് ട്രംപും കൂട്ടരും ആക്രമണോത്സുകരായതെന്നതും എടുത്തു പറയേണ്ടത് ആണ്. ട്രംപിൻ്റെ ഈ നീക്കങ്ങൾ അദ്ദേഹത്തിന് ജനാധിപത്യ വിരുദ്ധൻ എന്ന പേര് കൂടി അന്ന് നേടിക്കൊടുത്തു. 2021 ജനുവരി 20 ബൈഡൻ അധികാരമേൽക്കൽ ചടങ്ങിന് മുന്നോടിയായി വാഷിംഗ്ടണിൽ അടിയന്തരാവസ്ഥ പ്രഖ്യാപിക്കേണ്ടി വന്നത് എന്നത് US അന്നോളം നേരിട്ടതിൽ വെച്ച ഏറ്റവും വലിയ ആഭ്യന്തര സംഘർഷത്തിനാണ് ക്യാപിറ്റോൾ സാക്ഷ്യം വഹിച്ചതെന്ന് വ്യക്തമാക്കുന്നു. ഇതേ ക്യാപിറ്റോളിനകത്ത് വെച്ചാണ് US-ൻ്റെ 47ാം പ്രസിഡന്റായുള്ള ട്രംപിൻ്റെ അധികാരോരാഹണം നടക്കുന്നത്. മറ്റൊരു വൈരുദ്ധ്യം, ക്യാപിറ്റോളിലെ തുറന്ന വേദിയിൽ നടത്താനിരുന്ന ചടങ്ങ് അതിശൈത്യത്തെ തുടർന്നാണ് പരമ്പരാഗത രീതിയിൽ നിന്ന് വ്യത്യസ്തമായി മന്ദിരത്തിനകത്തേക്ക് മാറ്റിയത്. 1985 റൊണാൾഡ് റീഗന്റെ സത്യപ്രതിജ്ഞയും മന്ദിരത്തിനുള്ളിലായിരുന്നു. ക്യാപിറ്റോളിന് നേരെ ആക്രമണം നടത്തിയ ശേഷം ആദ്യമായി ട്രംപ് തലസ്ഥാനത്തെത്തുന്നത് പ്രസിഡന്റായ ശേഷം ആണ്. ട്രംപ് ഒപ്പിട്ട ആദ്യ തീരുമാനവും ക്യാപിറ്റോൾ കലാപകാരികൾക്ക് മാപ്പ് കൊടുത്തുള്ളതാണ് എന്നത് സ്വാഭാവികമായ ഒന്നായി വേണം കണക്കാക്കാൻ.